അപ്പൊ സഹോദരന്മാരെ, ഇതാണ് നമ്മളെ പാലാമാടത്ത് നിന്ന് വെള്ളാമ്പുറത്തേക്ക് പോകുന്ന 900 മീറ്റർ റോഡ്. ഇതിന് 35 ലക്ഷം രൂപ ഫണ്ട് വെച്ച് വെറും 2 മാസം കൊണ്ട് റോഡ് പഴയലേറെ നാശമായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ അത് നാട്ടിൽ ആരും തന്നെ ചൂണ്ടിക്കാട്ടാനുണ്ടായില്ല. പാലാമാടൻ ജനകീയ സമിതി വന്ന് ഈ റോഡിന്റെ ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട്, ഇത് ശരിക്കും നന്നാക്കണം, ഈ റോഡ് ഇങ്ങനെ പൊളിഞ്ഞാൽ പറ്റൂല എന്ന് പറയാണ്ട് രംഗത്തിറങ്ങി. അപ്പോഴാണ് ഈ റോഡ് രണ്ടാമത് ഈ രൂപത്തിൽ നന്നാക്കുക എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തിയത്. അതിനു മുമ്പ് നമ്മളെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിന്റെ ഒരാളുകളും വന്നുകൊണ്ട് ഈ റോഡ് നന്നാക്കണം, ഈ റോഡ് പൊളിഞ്ഞിക്കണം എന്നുള്ളൊരു ആവശ്യമായിട്ട് വന്നില്ല. പാലാമാടൻ ജനകീയ സമിതിയാണ് വന്നത്. പാലാമാടൻ ജനകീയ സമിതി റോഡിന് ഉപരോധം നടത്തി, അതിനുവേണ്ട പരാതികൾ കടലാസിൽ പണിയെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നന്നാക്കുക എന്നല്ല തീരുമാനത്തിൽ നന്നാക്കേണ്ടി വന്നു. മറിച്ച് ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിക്കാർക്കൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പരിമിതികളുണ്ട്. ഈ പരിമിതികളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ചില ന്യായമായ കാര്യങ്ങൾ അംഗീകരിക്കപ്പെടാനും കഴിയില്ല. അപ്പൊ ആ സാഹചര്യത്തിലാണ് നമ്മളെ പാലാമാടൻ ജനകീയ സമിതി ഇതിന് മുന്നിട്ടിറങ്ങിയത്. പാലാമാടൻ ജനകീയ സമിതി ഇന്നില്ലായിരുന്നുവെങ്കിൽ ഈ റോഡ് നന്നാക്കണം എന്ന് പറയാൻ ആളുണ്ടാവില്ല. അവർ നന്നാക്കണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ അല്ലാത്തൊരു സംഘടന അവിടെ എന്തിനു വേണ്ടി ഉണ്ടായതാണെങ്കിലും ആ സംഘടന രംഗത്തിറങ്ങിക്കൊണ്ട് ഈ റോഡ് നന്നാക്കണം എന്നാവശ്യപ്പെട്ടു. കടലാസിലെ പണിയെടുത്തു, ഈ റോഡ് ഇതേപോലെ ക്ലിയറായി. ഇത് പറഞ്ഞ് അങ്ങോട്ടും ഇന്നും നന്നാക്കാണ്ട് ഇപ്പൊ 70 മീറ്റർ എടുത്തിട്ടുള്ളൂ. അത് വേറൊരു സബ്ബായി. ഇപ്പൊ അപ്പുറത്തും നന്നാക്കാനുള്ള പരിപാടികളുണ്ട്. അപ്പൊ എന്താ പറയാനുള്ളതെന്ന് വെച്ചാല്, ഇന്ന് ജനകീയ സമിതി ഉള്ളത് പാലാമാടത്ത് മാത്രമേ ഉള്ളൂ. നമ്മളെ വിവിധ വാർഡുകളിലെല്ലാം ഇതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ശരിക്കും നടത്താതെ റോഡുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പൊളിഞ്ഞ് പാളീസായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് ചൂണ്ടിക്കാട്ടാൻ ആരുമില്ല. പാലാമാടത്ത് ജനകീയ സമിതി ഉണ്ടായതുകൊണ്ട് അത് നടന്നു. അപ്പൊ അതുകൊണ്ട് പറയാനുള്ള, പാലാമാടത്തെ ജനകീയ സമിതി പോലെ നമ്മൾ 24 വാർഡിലും ജനകീയ സമിതികൾ വേണം. ഇത്തരം കാര്യങ്ങൾ ആധികാരിക മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടി നമ്മളെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് പരിമിതികൾ ഉണ്ടാകുമ്പോൾ ജനകീയ സമിതിക്ക് അതിന്റെ ന്യായത്തിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാൻ സാധിക്കും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് ചോദിച്ചാൽ, പാലാമാടത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല ജനകീയ സമിതി. നമ്മുടെ 24 വാർഡിലും ജനകീയ സമിതികൾ ആവശ്യമായ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് വണ്ടൂർ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ലാതെ UDLD സംവിധാനത്തിൽ പോകുന്ന വണ്ടൂർ പഞ്ചായത്തിന്റെ ഇവരുടെ താല്പര്യങ്ങളാണ് ഉണ്ടാവുന്നത് എങ്കിൽ ആ താല്പര്യത്തിന്റെ അങ്ങേപ്പുറത്തേക്ക് നമ്മളെ ചില കാര്യങ്ങൾ നടക്കണമെങ്കിൽ, ജനങ്ങളുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ, ഈ റോഡ് പോലെ മറ്റു വാർഡുകളിൽ സംഭവിക്കുമ്പോൾ അവിടെ അത് ചൂണ്ടിക്കാട്ടാൻ ജനകീയ സമിതി വേണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊളിഞ്ഞ് പാളീസായി പോയ ഈ റോഡ് വീണ്ടും നന്നാക്കണമെന്നൊരാവശ്യമായി മുന്നിൽ വരികയും ആ റോഡ് നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച പാലാമാടൻ ജനകീയ സമിതിക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി.